മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസെൻഷൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട്. ഹോമിയോപ്പതിക് ഡോക്ടറായ ഡോക്ടർ സിജു തോട്ടാപ്പള്ളി. ഡോക്ടറെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ. സിസ്റ്റർ, ഇന്നത്തെ സാഹചര്യത്തിൽ കൗമാരപ്രായക്കാർ ഏറ്റവും അധികം സമ്മർദ്ദം നേരിടുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഇതിനെക്കുറിച്ചായാലോ നമ്മുടെ ഇന്നത്തെ ചർച്ച? തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുന്ന ഒരു വിഭാഗമാണ് കൗമാരപ്രായക്കാർ. അതോടൊപ്പം തന്നെ അവരുടെ പാരൻസ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ. ഞാനിങ്ങനെ എൻ്റെ ഒരു ക്ലിനിക്കൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് 2-3 മാസങ്ങളിലായിട്ട് എനിക്ക് കിട്ടുന്ന കൂടുതൽ കേസസും കൗമാരപ്രായക്കാരും അവരുടെ പ്രായത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് ഇത് ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കേസ് തന്നെ ഏകദേശം ഒരു 15 വയസ്സോളം പ്രായമുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയെ മാതാപിതാക്കൾ നിർബന്ധിച്ച് എൻ്റെ അടുക്കെ കൊണ്ടുവന്നൊരു കാര്യമാണ് ഞാൻ ഓർത്തു പോകുന്നത്. ആദ്യമേ തന്നെ ഇവരൊരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു. അതിനുശേഷം കുട്ടിയെ കൊണ്ടുവന്നു. ഇപ്പോൾ കുട്ടിയെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആദ്യമേ കൊണ്ടുവന്ന് കയറ്റുന്നില്ല. അവർ ആദ്യമേ വന്നു പാരൻസാണ് എൻ്റെ അടുക്കൽ വന്ന് കംപ്ലയിൻറ്റ്സ് പറയുന്നത്. അവർ പറയുന്ന കംപ്ലയിൻറ്റ്സ് ഇതൊക്കെയാണ്: സിസ്റ്റർ, അവനിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഞങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവനെ ഞങ്ങൾ വീക്ഷിക്കുമ്പോഴത്തേക്കും ഇതിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയണേന്ന് അറിയില്ല. അപ്പോൾ അവൻ ഉപയോഗിക്കുന്ന വാക്കുകളിലൊന്നും യാതൊരു തരത്തിലുള്ള ഒരു റെസ്പെക്റ്റും ഇല്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവനെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ അവൻ്റെ ഡ്രസ്സിങ്ങിൽ മാറ്റങ്ങൾ ഞങ്ങൾ കാണുന്നു. ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാലും അവൻ കുറച്ച് താമസിച്ച് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പോവുക. TV, മൊബൈൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നില്ല, അമിതമായിട്ട് ഉപയോഗിക്കുന്നു. ഇതോടൊപ്പം തന്നെ പഠനത്തിൽ അവന് പ്രശ്നങ്ങളുണ്ട്, മാർക്കുകൾ കുറയുന്നു. ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തുമ്പോഴത്തേക്ക് തന്നെ ഈ വീട്ടിൽ മാത്രമേ ഇങ്ങനെ സൗകര്യമില്ലാത്തൊരു കണ്ടീഷനുള്ളൂ, ബാക്കി ഒരു വീട്ടിലും ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് വല്ലാത്തൊരു രീതിയിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾക്കൊരു പേടിയുണ്ട്. ഇപ്പോൾ ഈ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ, കുട്ടികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ കേൾക്കുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അപ്പം എന്താണെന്ന് അറിയില്ല, ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അപ്പം ഞങ്ങൾ ഓർത്തൊന്ന് സിസ്റ്ററിലേക്ക് ഒന്ന് സംസാരിക്കാം എന്നോർത്തു. ഇവനും പറഞ്ഞു, നിങ്ങളോടല്ലാതെ വേറൊരാൾ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, തീർച്ചയായിട്ടും കുട്ടിയെ വിട്. അങ്ങനെ നമ്മുടെ കൺസൾട്ടേഷൻ റൂമിലേക്ക് ഇവൻ വരികയാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ പറഞ്ഞു, സിസ്റ്റർ, ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അത് തന്നെയല്ല, സിസ്റ്റർ ഇത് കാര്യങ്ങൾ കേട്ടതിന് ശേഷം വേണ്ട കാര്യങ്ങൾ എൻ്റെ മുൻപിൽ വെച്ച് എൻ്റെ പാരൻസിനോട് പറയുകയും ചെയ്യണം എന്ന് തന്നെ പറഞ്ഞുള്ളൊരു കണ്ടീഷനിലാണ് അവൻ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോൾ അവനൊരു ഡീവിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ബിഹേവിയർ പാറ്റേൺ ഒന്നും അവൻ പറയുന്ന കാര്യത്തിലും അവൻ്റെ ആ ഒരു നേച്ചർ ഓഫ് ബിഹേവിയർ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറയുന്നത്, സിസ്റ്റർ, ഇതൊരു ഫാമിലിയിൽ ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം ഇവർ മറ്റുള്ള കുട്ടികളെയൊക്കെ ഈ ഒരു പ്രായത്തിലുള്ളവരെല്ലാവരും കാണുന്നുണ്ട്. കണ്ടതിന് ശേഷം എൻ്റെ അടുക്കെ വന്നിട്ട്, നീ അങ്ങനെയല്ലേ, നിനക്ക് ലഹരി ഉപയോഗമുണ്ടോ, അല്ലെങ്കിൽ നീ പഠിക്കാൻ പോകാത്ത നിനക്ക് മറ്റു എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, പ്രേമമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. അപ്പോൾ ഏത് സമയത്ത് നോക്കിയാൽ ഇവരിങ്ങനെ എന്നെ ഇങ്ങനെ നാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോക്കോൾഡ് പറഞ്ഞ് ഒരുമാതിരി ചൊറിയുന്ന സ്വഭാവമാണ് എൻ്റെ മാതാപിതാക്കൾക്കുള്ളത്. കൂടാഞ്ഞിട്ട് എൻ്റെ ഗ്രാൻഡ് പാരൻസും ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർ പറയുന്നത്, ഞങ്ങളുടെ പ്രായത്തിലെ കുട്ടികൾ ഇങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ഇത് എന്നെ ഒത്തിരിയേറെ പ്രഷർ ചെലുത്തുന്നുണ്ട്. അതാണ് എനിക്ക് ഇവരോട് ചിലപ്പോൾ ദേഷ്യം വരുന്നു. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഓക്കെ ആക്കാമെന്ന് തീരുമാനിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴോ ഇവരെൻ്റെ മേളിലേക്ക് വന്ന് അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമിതമായൊരു കുറ്റപ്പെടുത്തലിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ പ്രഷറാണെന്ന് എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. കുട്ടികൾ നേരിടുന്ന ആ അമിതമായ മാനസിക സംഘർഷം പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് നമുക്ക് പാരൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതലും സാറിനും അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം ഒരു ന്യൂജൻ പാരൻറ്റിങ്ങിനെ കുറിച്ച് തന്നെ സാറ് നല്ലൊരു ടോപ്പിക്, ഒരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു പുസ്തകമൊക്കെ ഒത്തിരി പേർക്ക് സഹായകമാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സാറിനും അതിനെക്കുറിച്ച് ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും പാരൻസ് വളരെ ടെൻസ്ഡ് ആണ്.
പാരൻസിനും അവരുടേതായ ടെൻഷനുകളും കാര്യങ്ങളുണ്ട്. കാരണം ഇന്ന് നമ്മൾ രാവിലെ ന്യൂസ് പേപ്പർ തുറന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇതുപോലുള്ള നെഗറ്റീവ് ന്യൂസാണ് അവർ വായിക്കുന്നത്. ചെറുപ്പക്കാരായ കുട്ടികൾ പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കും പോകുന്നു. അവർ വളരെയധികം കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇത് വായിക്കുമ്പം അവർ ഓൾറെഡി ടെൻസ്ഡാണ്. ഇത് കണ്ട് കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞ് ടി വിയിൽ പല ന്യൂസുകളും കാണുന്നു, സിനിമകളിൽ പലതും കാണുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് അവർ നേരെ വീട്ടിൽ വന്ന് അവരുടെ മകനെയോ മകളെയോ നോക്കുമ്പം അവരിലും എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ? അവൻ ചുരുക്കത്തിൽ അവൻ കുളിക്കാൻ വേണ്ടി റൂമിൻ്റെ ഉള്ളിൽ പോയി വാതിലടച്ചു കഴിഞ്ഞാൽ ഉടനടി അവർ ചിന്തിക്കുന്നത് അവനകത്ത് കയറി മൊബൈലിൽ എന്തെങ്കിലും സൂത്രൊപ്പിക്കുകയാണോ, എന്തെങ്കിലും കുറുമ്പൊപ്പിക്കുകയാണോ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രീംസിലേക്ക് പോയിട്ട് അവൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ചിന്തിക്കുകയാണോ എന്ന് വരെ ചിന്തിക്കുന്ന പാരൻസ് ഉണ്ട്. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ പേപ്പറിലാണെങ്കിലും നമ്മുടെ പല ഭാഗങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സൂയിസൈഡിൻ്റെ എണ്ണം കൂടുന്നു. ഇന്ന് പല രീതിയിലുള്ള നെഗറ്റീവ് ന്യൂസ് കേൾക്കും. പാരൻസ് അതിൽ അകപ്പെട്ട് വളരെയധികം ടെൻസ്ഡാണ്. ഇന്ന് പാരൻസിന് ഭയമാണ് നമ്മുടെ മക്കൾ എന്താവും സ്ഥിതിയെന്ന്. പ്രത്യേകിച്ച് ഈ അഡോൾസൻ പീരീഡിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിലാണെങ്കിലും പലപ്പോഴും പാരൻസ് വളരെയധികം കൺസേൺഡ് ആണ്, വളരെയധികം സ്നേഹമുണ്ട്, കരുതലുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഇത് കാരണം കൊണ്ട് തന്നെ ടെൻഷൻ അടിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഇപ്പോൾ ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അവൻ സിസ്റ്ററിൻ്റെ അടുത്ത് വളരെയധികം സംസാരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ പാരൻസിനോട് അവനെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് ഇല്ലാതില്ല. അത് ഉണ്ട്. കാരണം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം, ഇവിടെ കുഞ്ഞുനാളിൽ, അതായത് അവരുടെ ഒരു ബാല്യകാലം അല്ലെ ശൈശവകാലത്തിലൊക്കെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് ഇടപഴകുന്നത് പോലെയല്ല ഒരു കൗമാരപ്രായത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ കൗമാരപ്രായം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ ആദ്യ പടിയാണ്. അപ്പോൾ അവൻ ഒരു കുട്ടിയുമല്ല, എന്നാലൊരു മുതിർന്ന ആളുമല്ല. അപ്പോൾ ഇതിനുള്ളിൽ നിൽക്കുകയാണ്. ഇതോടൊപ്പം തന്നെ അവനും ശാരീരികമായിട്ടുള്ള, വൈകാരികമായിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള, ബൗദ്ധികമായിട്ടുള്ള കുറേ കാര്യങ്ങളിലൊക്കെ ഇവന് ചേഞ്ചസ് വരുന്നുണ്ട്. ഈ ഒരു ചേഞ്ചസിനെ അവനും ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഈ പാരൻസിന് പ്രത്യേകം കൗൺസിലിംഗ് അത്യാവശ്യമാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് എൻ്റെയും ഒരു പ്രാക്ടീസിൽ അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നമ്മൾ കോവിഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഫോമോ എന്ന് പറയും. ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡിനേക്കാളും കൂടുതൽ ഞാൻ പറയും അസുഖം ബാധിച്ചിരിക്കുന്നത് ഫോമോ ആണ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. കുട്ടികളുടെ ഇടയിൽ പ്രത്യേകിച്ച് അവർ ഒറ്റപ്പെട്ടു പോയോ എന്നൊരു ചിന്ത അവരുടെ ഇടയിലുണ്ട്. കാരണം ഇന്ന് ഇപ്പോൾ മൊബൈൽ ഉപയോഗിച്ചില്ലെങ്കിൽ, ഇൻസ്റ്റയിൽ അവരില്ലെങ്കിൽ, സ്നാപ്ചാറ്റിൽ അവരില്ലെങ്കിൽ, അവർ സോഷ്യൽ മീഡിയയിൽ ഇല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോയി. അവരെന്തെങ്കിലും കുറുമ്പുകൾ കാണിച്ചില്ലെങ്കിൽ, മറ്റുള്ളവർ കാണിക്കുന്ന എന്തെങ്കിലും കുറുമ്പ് കാണിച്ചില്ലെങ്കിൽ അവൻ ഒറ്റപ്പെട്ടു പോയി. ഇതിന് വേണ്ടിയിട്ട് അവൻ പല നെഗറ്റീവിലേക്കും പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാരൻസിൻ്റെ വശത്തു നിന്ന് തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഫോമോ അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഇല്ലാതിരിക്കണമെങ്കിൽ അവൻ വീട്ടിലൊരു ടീം വർക്ക് കൊണ്ടുവരാൻ സാധിക്കണം. പാരൻസിനും കുട്ടികളും തമ്മിലൊരു ടീമാണ് എന്നുള്ളൊരു ബോധ്യം കുട്ടികളും പാരൻസും തമ്മിൽ ഉണ്ടാവണം. അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. പക്ഷെ അത് ഓരോ കുടുംബത്തിനും വ്യത്യസ്തമാണ്. ഇപ്പം ഞാൻ എൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഓരോ കുടുംബത്തിനും ഓരോ വ്യത്യസ്തമായ രീതികൾ കൊണ്ടുവരേണ്ടി വരും. കാരണം പല സാഹചര്യങ്ങളിലും പല രീതിയാണ്, പല കൾച്ചറാണ് പല വീടുകളിലും. അപ്പം ആത്മീയമായിട്ട് വളർന്നാൽ മാത്രം പോരാ. തീർച്ചയായിട്ടും വീട്ടിൽ ഏറ്റവും ആദ്യം വേണ്ടത് എവിടെയും നമ്മൾ 1001 10,001 പ്രാവശ്യം പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ ഈസ് നമ്പർ 1. പക്ഷേ നമ്മൾ ആശയവിനിമയം മാത്രം പോരാ. അതിൽ തീർച്ചയായിട്ടും രസകരമായ, സമാധാനപരമായ, പല കുട്ടികളും എൻ്റെ ക്ലിനിക്കിലേക്ക് വന്ന് പറയാ, ഒന്ന് സമാധാനം തരുമോ? ഈ സമാധാനം നമ്മുടെ വീട്ടിൽ എന്താ ഉണ്ടാവുക? ചില കുട്ടികളൊന്ന് ചോദിക്കുക, ഈ അച്ഛനമ്മയ്ക്കൊക്കെ ഒന്ന് ചിരിച്ചൂടെ, അപ്പനും അമ്മയ്ക്കൊന്ന് സന്തോഷിച്ചൂടെ, ഇവർക്കൊക്കെ ഒന്ന് ടൂർ പോയിക്കൂടെ? ഇവർക്കൊക്കെ ടൂറൊക്കെ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞ് ടൂറൊക്കെ പോകുന്നുണ്ട്, എല്ലാവരും കൂടി ബസ്സിൽ കയറി കുത്തിരിക്കും. അപ്പം അച്ഛൻ ബാക്കിലായിരിക്കും ബസ്സിൻ്റെ കൂട്ടുകാരുടെ കൂടെ, അതിൻ്റെ കൂടെ അമ്മയുടെ കൂട്ടുകാരുടെ കൂടെ ഏറ്റവും ഫ്രണ്ടിലായിരിക്കും. ഞങ്ങൾ കുറച്ച് കുട്ടികൾ നടുക്കിൽ നിന്ന് ഡാൻസ് ചെയ്യും. ഇതാണ് ടൂറ്. 3 ദിവസത്തെ ടൂറ് പോയാൽ ആദ്യത്തെ ദിവസം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ കാണുന്നത് 3-ാമത്തെ ദിവസം വീട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴാണ്. അപ്പോൾ ഞാൻ ചില ഫാമിലീസിന് പറയും, നിങ്ങൾ ടൂറ് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് കാറിൽ പോയാൽ മതി, കൊല്ലത്തിൽ ഒരിക്കൽ വേണമെങ്കിൽ ബസ്സിൽ പോക്കോ, പക്ഷേ അടുത്ത 2 ടൂറ് പോണത് നിങ്ങൾ ഇത്തരത്തിലൊരു കാറിൽ പോകണം. കാരണം അവിടെ ഒരു ടീം വർക്ക് വേണം. അവിടെ എല്ലാവരും ഒന്നാണ്, ഒരു ഫാമിലിയാണ്. ആ ഫാമിലി ഒറ്റക്കെട്ടാണ് എന്നൊരു തോന്നൽ, അപ്പനും അമ്മയും മക്കളും അവരൊരുമിച്ചാണ് പോകുന്നത് എന്നുള്ളൊരു തോന്നൽ അവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നൽ വരില്ല. കുറെ ഷെയറിങ് ഉണ്ടാവും. സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മുടെ ഇടയ്ക്ക് വന്ന ഈ ഒരു ഇൻഡിവിജ്വൽ കേസ് തന്നെ നോക്കുമ്പോഴും അവൻ പറയുന്നത്, എന്നോട് പറയാം, ഒരു ഉദാഹരണം പറയാം സിസ്റ്ററെ, ഇപ്പം എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അവർ പറയുന്നത് നിനക്കെന്തോ പ്രശ്നമുണ്ട്, നിനക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ മാനസികമായിട്ട് പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നിന്നെ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രായത്തിൽ അറിയാം, സൈക്കോളജിസ്റ്റിനെ കാണിക്കണമെങ്കിൽ
എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന സോ കോൾഡ് സൈക്കോയാണ് അവനെന്ന് പറയുന്നത് പോലെ. ഇപ്പം അവരുടെ ഒരു ഗ്രൂപ്പിൽ അവർ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് സൈക്കോയാണ്. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഞാൻ എന്ന് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞിട്ട് നിന്നെ കൊണ്ടുപോയേ പറ്റൂ. എന്നാൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്, എവിടാണ് അത് ചെയ്യാനായിട്ട്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നല്ല അവർ പറയുന്നത്. അവരുടെ അധീനതയിൽ ഞാൻ നിൽക്കുന്നു, അവർക്കെല്ലാ അധികാരവുമുണ്ട്, എന്നെ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഇല്ലാതാക്കുന്നു. അപ്പോൾ അവരിപ്പോൾ ചെയ്ത കാര്യം തന്നെ ഞാൻ എന്നോട് പറഞ്ഞു കാറിൽ ഇരുന്നോളണം എന്ന് പറഞ്ഞു. ആ ചൂടത്ത് എന്നെ കാറിൽ ഇരുത്തിയിട്ട് ഇവിടെ വന്ന് സിസ്റ്ററിൻ്റെ ഇടുക്കിയ വന്ന് അവർ ഒരു മണിക്കൂറോളം എടുത്ത് കാര്യങ്ങൾ പറയുവാണ്. ഇതെന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിവിടെ വരുന്നു, സിസ്റ്റർ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് കൊണ്ട് സിസ്റ്റർ എന്താ കേട്ട കാര്യം സിസ്റ്റർ എന്നോട് പറയുന്നില്ല. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു മിസ്സിങ് ഔട്ട് അവൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് വേഗം അച്ഛനെയും അമ്മയും വിളിക്കുന്നു, അവരോട് സംസാരിക്കുന്നു, പറയുന്നത് മുഴുവനും നിന്റെ മകനെ നോക്ക്, നിന്നെ നോക്കുമോയെന്ന് അറിയത്തില്ല. അപ്പോൾ അവൻ്റെ മനസ്സിൽ തന്നെ അവൻ്റെ ഒരു കോൺഫിഡൻസിന് തടസ്സമായി നിൽക്കുന്ന കുറേ ആറ്റിറ്റ്യൂഡുകൾ ആ വീട്ടിലുണ്ടാവുകയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഗ്രാൻഡ് പാരൻസിനെ കുറ്റം പറയണോ, പാരൻസിനെ കുറ്റം പറയണോ, അതല്ല നമ്മുടെ ഒരു മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തി പറയുന്നത് വളരെയധികം കുട്ടികളെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതില് അമ്മ ഇപ്പോ പാരന്റ്സ് ആയാലും അവർക്ക് എങ്ങനെയാണ് ഇവരെങ്ങനെയാണ് പരുവപ്പെടുത്തി കൊണ്ടുവരേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, കൃത്യമായി അറിയുന്നില്ല, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരെ. അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇതിന് ഈ ഒരു ന്യൂ ജെൻ ട്രെൻഡിനെ കുറിച്ച് മാതാപിതാക്കൾ കുറച്ചുകൂടി ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ന്യൂ ജെൻ ട്രെൻഡിൽ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്, ജെൻ സി, ജെൻ ആൽഫ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പാരൻസ് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പല പാരൻസിനും ഇപ്പം നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. മൊബൈൽ ഇല്ലാതെ പോകാൻ പറ്റില്ല നമുക്ക്. നമ്മളെല്ലാ പാരൻസും ഒരു കാലഘട്ടത്തിൽ, ഇപ്പം ലഹരിയുടെ കാലഘട്ടം വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മൊബൈലാണ്. കുട്ടികളോടൊക്കെ മൊബൈൽ മാറ്റിവെക്കൂ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മൊബൈലിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ഒരു കാര്യം പാരൻസ് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന കാര്യം, നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും ഒരു കാര്യം ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വിചാരിക്കുക. മാതാപിതാക്കൾ ആദ്യം എന്താ ചെയ്യുക, അവർ കുട്ടികളുടെ കയ്യിൽ ആദ്യം കൊടുക്കുക. എന്നിട്ട് പറയും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യിടുക, അല്ലെങ്കിൽ ആപ്പ് അപ്ഡേറ്റ് ചെയ്യിടുക എന്ന് പറയും. അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുക്കുമ്പം അവൻ 5ാം ക്ലാസ്സുകാരനോ 6ാം ക്ലാസ്സുകാരനായിരിക്കും ചിലപ്പം. വളരെ ഈസി ആയിട്ട് അവൻ ചിലപ്പോൾ ഒരു കയ്യിൽ കപ്പ് പിടിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, മറ്റേ കൈ കൊണ്ട് ഈസി ആയിട്ട്, ഒരു കൈ കൊണ്ട് അവൻ അത് ഈസി ആയിട്ട് ചെയ്യും. അവനെ സംബന്ധിച്ചുള്ള അത് വളരെ ഈസിയാണ്, കാരണം അവൻ ജനിച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവനത് വളരെ ഈസിയാണ്. മിക്കപ്പോഴും പാരൻസ് ജനിച്ചിരിക്കുന്നത് നമ്മൾ മുകളിൽ കയറി ആൻറ്റിനെ തിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ അവർ തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് മൊബൈലില്ല, അന്ന് TV മാത്രമേ ഉള്ളൂ പാരൻസ് ജനിച്ച കാലഘട്ടത്തിൽ. ഇവരാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ ജനിക്കുന്ന സമയത്ത് മൊബൈലുണ്ട്, TV ഉണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് നമ്മൾ അമിതമായിട്ട് മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പം, ഇത് കയ്യിൽ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറയുമ്പം മക്കളെന്താ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുക? തീർച്ചയായിട്ടും അപ്ഡേറ്റഡ് അല്ല. അപ്പം പാരൻസ് അപ്ഡേറ്റഡ് ആവണമെങ്കിൽ ഇന്ന് എത്ര മാതാപിതാക്കൾ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടാവും, എത്ര മാതാപിതാക്കൾ TV കാണുന്നുണ്ടാവും, എത്ര മാതാപിതാക്കൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. കുട്ടികൾ സംസാരിക്കുന്ന AI-നെ കുറിച്ചോ മെഷീൻ ലേണിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡീപ്പ് ലേണിങ്ങിനെ കുറിച്ചോ ഇന്നത്തെ ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് എത്ര പേർക്ക് അപ്ഡേറ്റഡ് ആണ്? അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു കാര്യം കുറയും, ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് റെസ്പെക്ട്. ആ റെസ്പെക്ട്, അവരോടുള്ള റെസ്പെക്റ്റും കുറയും, മാതാപിതാക്കളോട് റെസ്പെക്റ്റ് കുറയും. മാതാപിതാക്കളോട് റെസ്പെക്റ്റ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? മാതാപിതാക്കൾ പറഞ്ഞാൽ കുട്ടികൾ കേൾക്കില്ല. ഇതാണല്ലോ ഇന്ന് എല്ലാ വീടുകളിലും സംഭവിക്കണേ. അതായത് മാതാപിതാക്കൾ പറഞ്ഞാൽ കുട്ടികൾ കേൾക്കണില്ല. ഇതിനാണല്ലോ ഏറ്റവും കൂടുതൽ ക്ലിനിക്കിലേക്ക് വരുന്നത്. ഞങ്ങൾ പറയുന്നത് കേൾക്കണില്ല. ഗുഡ്നസ് ടിവിയുടെ വളർച്ചയിൽ കൈകോർത്ത എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും നന്ദിയോടെ സ്മരിച്ച് ഞങ്ങളുടെ ഏറ്റവും പുതിയ ഉദ്യമം ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് HTBയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God.
അതായത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഇങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ ഒരിക്കലും നമ്മൾ ആ ഒരു കുട്ടി അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്നത്തെ ഒരു ലോകത്തിൽ നമ്മുടെ കുഞ്ഞും ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെക്കുറിച്ച് അവനൊരു ബോധ്യമുണ്ടാവണം. ഇപ്പം ഈ ഒരു കുട്ടിയുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുത്തിട്ട് പാരൻസ് പറയുവാണ്, എടാ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നേര്, അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് ഒന്ന് ബുക്ക് ചെയ്ത് തന്നേര് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടൊരു മൊബൈൽ ഫോൺ കയ്യിലേക്ക് കിട്ടുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ചിലപ്പോൾ അവൻ കൂട്ടുകാരുടെ ഇടയിൽ നിന്നോ അവൻ കാണുന്ന ഏതെങ്കിലും വീഡിയോയിൽ നിന്നൊക്കെ ആയിരിക്കാം അവനും കണ്ടുപഠിച്ചത്. അപ്പോൾ ഈ നമ്മുടെ ഈ സോക്കോൾഡ് നമ്മുടെ കുട്ടിയും ചോദിക്കുന്ന കാര്യം, സിസ്റ്ററെ ഇവര് ബാക്കി കാര്യങ്ങൾക്ക് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് നീ അതൊന്ന് ചെയ്യണേ, നീ ഇതൊന്ന് ചെയ്യുന്നു പറയുമ്പോൾ ഇത് ഞാനും പഠിക്കണ്ടേ, അതിനായിരിക്കാം ചിലപ്പോൾ ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മൊബൈല് കുട്ടികൾ ഉപയോഗിക്കുന്നതിൽ തടയരുത് എന്നല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവർ ക്വാളിറ്റേറ്റീവായിട്ട് അത് മേന്മയേറിയ രീതിയിൽ അവർ ആ സമയം ഉപയോഗിക്കുന്നുണ്ടോ, ആ പഠനം മൂലം അവരുടെ ബൗദ്ധികമായിട്ടുള്ള ജീവിതത്തിനും അവരുടെ സാമൂഹികമായിട്ടുള്ള ഒരു ജീവിതത്തിനുമൊക്കെ ഒരു ധാർമ്മിക അന്തസ്സിനുമൊക്കെ ഇതൊരു വില നൽകുന്നുണ്ടോ, അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ കുഞ്ഞുപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മോൻ അവിടെ ഇരുന്ന് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ എയുടെ വർക്കുകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് അടുത്ത് പോയിരിക്കാം. പിന്നെ ഈ അടുത്ത് പോയിരിക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സാർ പറഞ്ഞ പോലെ നമ്മളൊക്കെ ജനിച്ച് വളർന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്നതാണ്, ഇതെന്താടാ ഇങ്ങനെ കുഞ്ഞിനത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറയും ഫൂൾ ചോദ്യമൊക്കെ ചോദിച്ച് മാതാപിതാക്കൾ ഡിജിറ്റൽ എമിഗ്രൻസ് ആണ്, കുട്ടികൾ നേറ്റീവ്സ് ആണ്. ഇതാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ പണ്ടും പറയും ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയും. അപ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനായിരുന്നു. ഇന്ന് അതല്ല, ഒരു ഡിജിറ്റൽ, അതായത് വളരെ നോവൽറ്റീവായിട്ടുള്ള ഒരു നോവീസ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കുഞ്ഞുങ്ങൾ മാറിയിരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഇവരെ എല്ലാ കാര്യത്തിനും ആവശ്യത്തിനും അനാവശ്യത്തിനും ഇവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, എന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അവരുടെ തന്നെ കോൺഫിഡൻസിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ. നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവും എന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ഇവിടെ തന്നെയാണ് നീ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ചില ടേംസ് ഉണ്ട്. ഈ പ്രത്യേകിച്ച് അതിലാണ് ഈ ടെർമിനോളജിയിലൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ മാതാപിതാക്കളുടെ അടുക്കലൊക്കെ വന്നിട്ട് കുട്ടികൾ പറയും ഒരു തന്ത വൈബാണ്, തള്ള വൈബാന്നൊക്കെ പറയുമ്പം അതൊക്കെ കേൾക്കുന്ന ഒരു ഗ്രാൻഡ് പാരൻസിനുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. എടാ നീ എങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു? അപ്പം പറയും ഞാനൊരിക്കലും എൻ്റെ ഡാഡിയോ അല്ലെ പപ്പയോ അല്ല അങ്ങനെ വിളിച്ചത്, അതൊരു ടേമാണ്. അപ്പം ഇതൊരു ടെർമിനോളജി ആണ് എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ ന്യൂജൻ ഒരു പാരൻറ്റിങ് വളരേണ്ടി ഇരിക്കുന്നു. പക്ഷെ എന്ന് വെച്ച് ഒരു ധാർമ്മിക ച്യുതി അവിടെ സംഭവിക്കാൻ പാടില്ല. അതായത് ഒരു ക്രൂരതയുടെ ലോകത്തേക്ക്, റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു ലോകത്തേക്ക്, പരസ്പരം സ്നേഹമില്ലാത്തൊരു ലോകത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകാനല്ല. അപ്പം അവിടെ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു ഫാമിലി ടൈം, എനർജറ്റിക് ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് ഫാമിലി ടൈം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പം നമ്മൾ നേരത്തെ പറയുന്ന പോലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെ അത്താഴത്തിന് മുൻപോ പിൻപോ ഒക്കെ മാതാപിതാക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയം, അവിടെ ഓരോരുത്തരുടെയും കോർണറുകൾ, ഒരു നമ്മൾ പറഞ്ഞ കോർണർ ടോക്ക് എന്ന് പറയും. പക്ഷെ അവിടെയും മിസ് നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പാരിസൺ സംസാരത്തിൽ വന്നാൽ, ഇപ്പോൾ വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ ഒരാളെ കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞാൽ മറ്റേ ആൾക്ക് ഫീലിങ്സ് വരും. അപ്പോൾ ഈ കമ്പാരിസൺ, അല്ലെങ്കിൽ അയൽവക്കത്തൊരു കുട്ടി നന്നായിട്ട് പഠിപ്പിൽ എക്സൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ഭയങ്കര പുകഴ്ത്തി സംസാരിച്ചാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന മക്കൾക്ക് വിഷമം വരും. അപ്പം ഇത് കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ചില കുട്ടികൾ വന്നിട്ട് പറയാറുണ്ട്, സിസ്റ്റർ ഇപ്പം അയൽവക്കത്തെ കുട്ടികളെ ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു കുട്ടിയായിട്ടൊക്കെ എന്നെ കമ്പയർ ചെയ്താൽ എനിക്ക് അത്രയും പ്രശ്നം വരില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ അങ്കിളിൻ്റെ മോൻ അല്ലെങ്കിൽ ആൻറ്റിയുടെ മോൾ, അപ്പോൾ അവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ചിലപ്പോൾ അവർ വന്ന് ഞങ്ങളോടാണ് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയുടെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളോട് തന്നെ പറയണത്, നോക്ക് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഇവരിങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ആ കമ്പാരിസനാണ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം ഇവരറിയുകയാണ് ആ കുട്ടികളുടെ റിയൽ നേച്ചർ, ഇവരറിയുകയും ആ നേച്ചറിനെ ഇങ്ങനെ പുകഴ്ത്തി പറയുക ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളും സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്.
അവർ ചെയ്യാത്തതായിട്ടുള്ള ചില തെറ്റുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവരുടെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് വീടുകളിൽ തന്നെയല്ല. ഇപ്പോൾ ചില കുട്ടികൾ വന്നിട്ട് പറയും, സിസ്റ്റർ ഞങ്ങൾ അങ്ങനെ പള്ളിയിൽ ചെന്നപ്പോഴത്തേക്കും ആ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു ഇതെന്താ ഇങ്ങനെ നടക്കണം, ഇങ്ങനെയുള്ള കുട്ടികൾ ചീത്ത കുട്ടികളൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. സിസ്റ്റർ ആ സിസ്റ്റർ എന്താ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് അറിയാത്തത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ചിലപ്പോൾ ഞാനായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും കുട്ടികൾ പറയും, സിസ്റ്റർ ഈ ചില സമയങ്ങളിൽ സിസ്റ്റേഴ്സും അല്ലെങ്കിൽ ഈ അച്ഛന്മാരൊക്കെ വന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ സ്ട്രിക്റ്റ് ആവുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് പറയും. അപ്പം നമ്മുടെ ഈ ചർച്ചയിൽ ഒരു പാരൻസ് മാത്രമല്ല, ഗ്രാൻഡ് പാരൻസ്, ടീച്ചേഴ്സ്, സമൂഹത്തിലുള്ള മറ്റുള്ള ഇപ്പം മത നേതാക്കളാവാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ കുട്ടികളുടെ വളർച്ചയിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു ഫോഴ്സ് ചെയ്യാൻ പറ്റുന്നവർ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനായിട്ട് സാധ്യതയുള്ളവരെല്ലാവരും തന്നെ ഒരു അപ്ഡേറ്റഡ് ആയിട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ലോകത്തിലെ പല കാര്യങ്ങളെയും മനസ്സിലാക്കാനായിട്ട് ഉയരണമെന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് ഇന്നത്തെ ഒരു കാലഘട്ടം മാത്രമാണ് ശരിയെന്നല്ല, ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് കുട്ടികളെ വളർത്താൻ, അതും ധാർമ്മികമായിട്ടുള്ള സത്യത്തിന് നിരക്കുന്ന രീതിയിൽ ദൈവവിശ്വാസത്തോടു കൂടി. കാരണം ദൈവവിശ്വാസത്തിനും ദൈവത്തെ ശരണപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് ഒരിക്കലും മങ്ങലേക്കുന്നില്ല. അപ്പോൾ ആ ഒരു നമ്മൾ പറയുന്ന ആ മേന്മ കുട്ടികളിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്റ്റ്, മാനുഷികത നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കും. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും ഡോക്ടർ സിജു തോട്ടപ്പള്ളിക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഏറെ സ്നേഹത്തോടെ നന്ദി.